അല്ല, ഈ കാര്യങ്ങളൊക്കെ ഇത് നേതൃത്വത്തിന് തീരുമാനമാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, എൻ്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം കൊടുത്തു. അത് കഴിഞ്ഞ് തീരുമാനം എടുക്കുന്ന ചുമതല എൻ്റെ അല്ല, ഹൈക്കമാൻഡിൻ്റെയാണ്. അവരെടുത്ത തീരുമാനത്തിനെ കുറിച്ച് അവരെന്നെ സംസാരിക്കട്ടെ. ഞാൻ കൊടുക്കാനുള്ള അഭിപ്രായം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനെക്കുറിച്ച് വീണ്ടും സംസാരിച്ച് ഞാൻ വലിയ കാര്യം കാണും. ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് താങ്കളടക്കമുള്ള എം പിമാരുമായി കൂടിയാലോചിച്ചിരുന്നു? അല്ല, എൻ്റെ അറിവിൽ പലവരെയും ഓരോന്നായി ടെലിഫോൺ ചെയ്തു. രാഹുൽ ഗാന്ധി എന്നെ വിളിച്ചു ഫോണിൽ. എന്നെ മാത്രമല്ല പലവരും വിളിച്ചു, എനിക്കൊരു സംശയവുമില്ല. അപ്പോൾ എല്ലാവരും അങ്ങനെ അഭിപ്രായം കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ലിസ്റ്റിൽ ഹാപ്പിയാണോ? നോക്കൂ, എൻ്റെ ഹാപ്പിനെസ് എന്താ വിഷയം? ഇതൊരു പാർട്ടി നേതൃത്വം തീരുമാനിക്കും. നമ്മൾ മുന്നോട്ട് പോകണം എന്നൊരു സംശയമില്ല. ഒരു പാർട്ടിയായി നിൽക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിൽക്കണം. അത് പുതുമുഖങ്ങൾ നിൽക്കാൻ പോവുകയാണെങ്കിൽ അവർക്ക് എല്ലാ ആവശ്യമുള്ള പിന്തുണ കൊടുക്കാൻ നമ്മൾ എപ്പോഴും ബാക്കി ഭാരവാഹികളെ തീരുമാനിക്കുമ്പോഴും കൂടിയാലാണ് വേണ്ടേ? ഇനിയിപ്പോൾ DCC അധ്യക്ഷന്മാരെ മാറ്റണം, KPCC ജനറൽ സെക്രട്ടറി ചില മാറ്റങ്ങൾ ഇനി വരാൻ പോകുന്നുണ്ട്. അതൊരു സംസാരമൊക്കെ ഉണ്ടാവണം. പക്ഷെ ഇതുവരെ ആ പ്രോസസ്സ് ആരംഭിച്ചിട്ടില്ല എൻ്റെ അറിവിൽ. ഞാൻ നോക്കൂ, ഈ കാര്യത്തിലൊക്കെ നിങ്ങൾ എന്നോട് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ചില ചോദ്യങ്ങൾ നിങ്ങൾ നേതൃത്വത്തോട് ചോദിക്കൂ. അവരുടെ ചുമതലയാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്. അവർ തീരുമാനിക്കട്ടെ കേട്ടോ. തരൂർജി എന്ത് പറഞ്ഞാലും വിവാദമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പാർട്ടി പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ തരൂർജി? അങ്ങനെ എന്തെങ്കിലും പാർട്ടിയൊന്നും നിങ്ങളെല്ലാവരും മാധ്യമ സുഹൃത്തുക്കളോ എനിക്കറിയില്ല. പക്ഷേ ഞാനൊരു വലിയൊരു വിവാദക്കാരനല്ല കേട്ടോ. എനിക്ക് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിവാദമാണെന്ന് എനിക്കെന്നെ മനസ്സിലാവുന്നില്ല. ഞാൻ കുറേ വർഷങ്ങളായിട്ട് 29 വർഷം ഐക്യരാജ്യസഭയ്ക്ക് വേണ്ടി ഞാൻ മാധ്യമയോട് സംസാരിക്കുമ്പോൾ ഒരു വിവാദം ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് നമ്മുടെ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ആൾക്കാർക്ക് ചില വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഇഷ്ടമാണ്. ശരി, ഞാൻ എൻ്റെ ഭാഗത്ത് ചെയ്യാനുള്ളതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഇംഗ്ലീഷിൽ ചൊല്ലുന്നുണ്ട്, വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ്. എന്നെ കാണുന്നു, എന്നോട് ചോദ്യം ചോദിക്കുന്നു, ഞാൻ മറുപടി പറഞ്ഞു. സത്യസന്ധമായി ഞാൻ പറയുള്ളൂ. എനിക്ക് വേറെ ഒന്നും അഭിപ്രായമില്ല. ചില കാര്യത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക ബുദ്ധിമുട്ടും സംസാരിക്കില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. അത് അവരോട് ചോദിക്കൂ. അവരോ പറ ആര് എന്നെ അറിയിച്ചിട്ടില്ലല്ലോ ആരെങ്കിലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടുള്ളവർക്ക് ചോദിക്കാം നമ്മൾ എന്താണ് സംഗതി കേട്ടോ. പക്ഷേ ഈ പാർട്ടി മീറ്റിങ്ങിൽ നല്ല ചർച്ചയായിരുന്നു. ഇതിൽ ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു കാര്യത്തെക്കുറിച്ചോ ആയിരുന്നില്ല ചർച്ച. ഞാൻ ഉണ്ടായിരുന്ന സമയത്ത്. പക്ഷേ എനിക്ക് ഈ ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി തിരുവനന്തപുരം എത്താൻ വേണ്ടി അവസാനത്തെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി ഞാൻ ഇറങ്ങി. അത് ആ സമയത്തിന് ഒരു 6:35 ഇറങ്ങിയത്. അതുവരെ 4:30 മണിക്ക് ആരംഭിച്ച മീറ്റിങ്ങിൽ ഇങ്ങനെ ഒരു ചർച്ചയേ ഉണ്ടായിട്ടില്ല കേട്ടോ.